Good morning. Today we will be discussing about the long run supply curve of an industry under perfect competition in case of a decreasing cost industry. So we have already discussed about the constant cost industry as well as increasing cost industry. Now we are moving on to the long run supply curve of an decreasing cost industry under perfect competition. So, if the prices of factors of production decreases as the industry expands, the industry is said to be decreasing cost industry. So we have already seen that when the demand increases, the price will increase. As the price increases, supply will be increasing due to the expansion or due to the arrival of the new industries. So due to all these things, when the supply increases, the price of the factors of production decreases, then that is a decreasing cost industry. അപ്പോൾ നമ്മൾ ഓൾറെഡി കോൺസ്റ്റൻറ്റ് കോസ്റ്റിൻ്റെയും ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെയും കേസിൽ നമ്മൾ കണ്ടു. പിന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പം നാച്ചുറലി ദ പ്രൈസ് വിൽ ബി ഇൻക്രീസിങ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത് ഷോർട്ട് റണ്ണിൽ. അപ്പം കാരണം എന്താണ്? പുതിയ ഫേംസിൻ്റെ അറൈവൽ കൊണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫേംസ് കൂടുതൽ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടൊക്കെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സോ നോർമലി ദർ വിൽ ബി എൻ അബ്നോർമൽ പ്രോഫിറ്റ് ഹിയർ, അബ്നോർമൽ പ്രോഫിറ്റ് ഓർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. സോ ആ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? പുതിയ പുതിയ ഇൻഡസ്ട്രീസിനെ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും. വെൻ ന്യൂ ഇൻഡസ്ട്രീസ് കം, നാച്ചുറലി എന്ത് ചെയ്യും? അവരും കൂടുതൽ കാര്യങ്ങൾ സപ്ലൈ ചെയ്യും. സോ ദ സപ്ലൈ വിൽ ബി ഇൻക്രീസിങ്. So in case of the decreasing cost industry, so when the supply increases, the cost of the factors of production will be decreasing. So the cost of the factors of production will be decreasing. It may be due to the innovation or the improvement of the skills of the workers working in that particular organization. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യാൻ കാരണം ഒന്നെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നടത്തിയിട്ടുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളും കൊണ്ടായിരിക്കും, അല്ലേ? പുതിയ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് കോസ്റ്റിൽ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യും? ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ നമുക്ക് എന്ത് ചെയ്യും? കോസ്റ്റ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ലേബേഴ്സിന് ട്രെയിനിങ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ സ്കിൽഡ് ലേബേഴ്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിലും ദ കോസ്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിക്രീസ്ഡ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദി ഗ്രാഫ്. സോ ഞാൻ വരയ്ക്കുന്നതിനനുസരിച്ച് തന്നെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വരയ്ക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളും ഗ്രാഫ് വരച്ച് വരണം കേട്ടോ. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ ആ ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന, അതായത് സെക്കൻഡ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന, കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ നമ്മൾ 2 ഡിമാൻഡ് കർവും 2 സപ്ലൈ കർവും വരയ്ക്കും. അപ്പോൾ സെക്കൻഡ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നിടം വരെയും ആ 3 ഗ്രാഫിൻ്റെയും എല്ലാ കാര്യങ്ങളും സിമിലറാണ്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ദ ഗ്രാഫ്. വി വിൽ ബി ഡ്രോയിങ് ദ വൈ ആക്സിസ് as well as the x axis. In y axis we will be marking the price. In the x axis we will be marking the quantity demanded and supplied. So first we will be drawing the initial demand curve D0 D0, and first initial supply curve S0 S0. So the meeting point of initial demand curve as well as initial supply curve is the E0. So that is the first equilibrium point. Here you see the O in the original, okay, that O in the origin. So OP0 is the initial equilibrium price. OQ0 is the original equilibrium quantity. Now we have already stated that the demand has increased. Here the demand will not be increasing that much as in case of the increasing cost industry. Okay, so there will be a short difference between 2 demand curves. The second demand curve is DD.
So here also one new equilibrium point will be coming with the original supply curve and the new demand curve, that is E1. So new equilibrium price is OP1 and equilibrium quantity is OQ1. So we have already said that the supply will be increasing due to the demand and as well as due to the price increasing, the supply will also increase. So when the supply increases, we have to draw the new supply curve, that is SS, and this is the new supply curve. You can see that there is a little bit more difference between these two supply curve compared to the demand curves, because here the cost of the factors of production are decreasing, so we can supply more. That is the SS curve. And here also we will be arriving at a new equilibrium point between the new demand curve as well as the new supply curve, that is E. That is the new equilibrium point, and the new equilibrium quantity is the OQ and new equilibrium price is the OP. So as we already said that we will be getting the long run supply curve by joining the original equilibrium as well as the new equilibrium. That is, by joining E0 and E, we will be getting the long run supply curve. So by joining these two points, if we draw a line, then you can see that the line will be downward sloping. So in case of the decreasing cost industry. സോ നിങ്ങൾ ഈ ഗ്രാഫിലൊന്ന് നോക്കുക. അപ്പോൾ ഈ ഗ്രാഫിൽ ഒറിജിനൽ ഡിമാൻഡ് കർവും അതുപോലെ നമ്മുടെ സെക്കൻഡ് ഡിമാൻഡ് കർവും ഇല്ലേ, നമ്മൾ ആദ്യം ഒറിജിനൽ ഡിമാൻഡ് കർവും ഒറിജിനൽ സപ്ലൈ കർവും വരയ്ക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു സെക്കൻഡ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നിടം വരെയും ഈ മൂന്ന് ഗ്രാഫിൻ്റെ കേസിലും കാര്യങ്ങളെല്ലാം, അതായത് കോൺസ്റ്റൻറ്റ് കോസ്റ്റിൻ്റെയും ഇൻക്രീസിങ് കോസ്റ്റിൻ്റെയും ഡിക്രീസിങ് കോസ്റ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും സിമിലറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം നമുക്ക് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ വരയ്ക്കുന്നതിനനുസരിച്ച് ഗ്രാഫ് വരച്ച് പോന്നാലാണ് നിങ്ങൾക്ക് ഗ്രാഫ് മനസ്സിലാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഈ ഗ്രാഫിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവത്തില്ല. ജസ്റ്റ് എൻ്റെ കൂടെ ഇങ്ങ് പോരെ. നമ്മൾ ആദ്യം വൈ ആക്സിസും എക്സ് ആക്സിസും വരച്ചു. വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്തു, എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഒറിജിനൽ ഡിമാൻഡ് കർവ് വരയ്ക്കുവാണ്. അതായത് D0 അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ്. ഇനി നമ്മൾ ഒറിജിനൽ സപ്ലൈ കർവ് വരയ്ക്കുന്നു, S0. അപ്പോൾ നമുക്കറിയാം സപ്ലൈ കർവ് എപ്പോഴും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും അല്ലേ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവും വരച്ചു. അത് S0. ഈ ഒറിജിനൽ ഡിമാൻഡ് കർവിൻ്റെയും ഒറിജിനൽ സപ്ലൈ കർവിൻ്റെയും മീറ്റിംഗ് പോയിൻ്റാണ് E0 എന്ന ഇക്വിലിബ്രിയം പോയിൻ്റ്. ഇനി നമ്മുടെ ഒറിജിൻ്റെ അവിടെ നമ്മൾ O എന്ന് മാർക്ക് ചെയ്യണം. അപ്പം OP0 നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസും OQ0 നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ഡിമാൻഡ് കർവ് വരയ്ക്കണം, DD അല്ലേ. ഒരു ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു, ഡിക്രീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു, DD. ഈ രണ്ട് ഡിമാൻഡ് കർവിലും തമ്മിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഡിസ്റ്റൻസേ കാണത്തുള്ളൂ. നമ്മൾ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി കണ്ടു, ഈ ഡിമാൻഡ് കർവുകൾ തമ്മിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടല്ലേ. പക്ഷേ ഇവിടെ കുറഞ്ഞ ഗ്യാപ്പേ ഉള്ളൂ. കാരണം എന്താണ്, കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ പുതിയ ഡിമാൻഡ് കർവ് വരച്ചു, അതായത് DD. ഇനി ഒറിജിനൽ സപ്ലൈ കർവ്, അതായത് S0 അതേപോലെ പുതിയ ഡിമാൻഡ് കർവും DDയും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് E1, ആ ന്യൂ ഇക്വിലിബ്രിയം പോയിൻ്റ്. ഇനി പുതിയൊരു ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വരുന്നു OP1, അതേപോലെ ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നു OQ1. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യുന്നു, സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും, റൈറ്റിലേക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് കാണാം ഈ ഒറിജിനൽ സപ്ലൈ കർവ്, അതായത് S0 പുതിയ സപ്ലൈ കർവ് SS തമ്മിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട് അല്ലേ.
അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിക്രീസിങ്, സോ വി ക്യാൻ സപ്ലൈ മോർ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. കാരണം അധികം പൈസ ഇല്ലല്ലോ. അപ്പം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഈ സപ്ലൈ കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും ഈ ഡിമാൻഡ് കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നോക്കിയാൽ തന്നെ അറിയാം. അതേപോലെ തന്നെ നമ്മൾ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ ഡിമാൻഡ് കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു കൂടുതൽ. ഈ സപ്ലൈ കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ കേസിൽ നേരെ ഓപ്പോസിറ്റാണ്. സപ്ലൈ കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് കൂടുതൽ, ഡിമാൻഡ് കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, കുറവാണ്. അപ്പം നമ്മൾ പുതിയ സപ്ലൈ കർവ് വരച്ചു. അപ്പോൾ പുതിയ സപ്ലൈ കർവും, അതായത് ന്യൂ സപ്ലൈ കർവും അതേപോലെ തന്നെ ന്യൂ ഡിമാൻഡ് കർവുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ. ഇനി അതാണ് നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്. ഇനി ഇവിടെ ഒരു ഇക്വിലിബ്രിയം പ്രൈസും വരും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും വരും. ഒ പി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസും ഒ ക്യു എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് അവർ ന്യൂ equilibrium price as well as new equilibrium quantity, and E is the equilibrium point. So as we have already said that we will be getting the long run supply curve by joining the initial equilibrium point as well as the new equilibrium point. If you draw a line by connecting these 2 points, we will be getting a curve, we will be getting a long run supply curve which is downward sloping. So it is in the decreasing cost industry. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു സപ്ലൈ കർവ് കിട്ടാൻ, ലോങ് റൺ സപ്ലൈ കർവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ പോയിൻറ്റ്സാണ് ജോയിൻ ചെയ്യുന്നത്, ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിൻറ്റും അതേപോലെ തന്നെ പുതിയ ഇക്വിലിബ്രിയം പോയിൻറ്റും, അതായത് E0യും Eയും തമ്മിൽ ജോയിൻ ചെയ്താണ് നമ്മളൊരു ലൈൻ വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ ആ 2 പോയിൻറ്റ്സും നമ്മൾ ജോയിൻ ചെയ്ത് ലൈൻസ് വരയ്ക്കുമ്പം അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് വരുന്നത്, അല്ലേ, താഴേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ ഒരു ലോങ് റൺ സപ്ലൈ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ഏതിൻ്റെ കേസിൽ, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ കേസിൽ. ഇനി നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ അതായത് നമ്മുടെ ഒറിജിനൽ പ്രൈസിനേക്കാളും നമ്മുടെ പുതിയ പ്രൈസ്, അതായത് P0 എന്ന് പറയുന്ന ഒറിജിനൽ പ്രൈസ്, P എന്ന് പറയുന്ന പുതിയ പ്രൈസ്, ഈ ഒറിജിനൽ പ്രൈസിനേക്കാളും പുതിയ പ്രൈസ് താഴെയായിരിക്കും. കാരണം എന്താണ്, ഡ്യൂ ടു ദി ഡിക്രീസിങ് കോസ്റ്റ്, അല്ലേ, കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പം നോർമലി എന്ത് ചെയ്യും, പ്രൈസും ഡിക്രീസ് ചെയ്യും. സോ അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഒറിജിനൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഒറിജിനൽ പ്രൈസിനേക്കാളും എന്തിവിടെ കൂടുതലാണ്, നല്ല കുറവാണ്, പുതിയ ന്യൂ പ്രൈസ് കുറവാണ്. പക്ഷേ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ കേസിൽ ഈ ഒറിജിനൽ പ്രൈസിനേക്കാളും പുതിയ പ്രൈസ് എന്ത് ചെയ്യണം, കൂടുതലാണ്, P കൂടുതലായിരുന്നു. P0 ഈസ് ലെസ് ദാൻ P ഇൻ കേസ് ഓഫ് ദി ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. In case of decreasing cost industry, the P0 is greater than P due to the decrease in cost of factors of production. That you have to keep in mind. ഇനി ഈ 3 ഗ്രാഫിൻ്റെ കേസിലും നമ്മൾ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ കേസിലാകുമ്പം നമ്മുടെ ഗ്രാഫ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ കേസിലാകുമ്പം നമ്മുടെ ഗ്രാഫ് ഒരു അപ്വേർഡ് മൂവിങ് ഗ്രാഫായിരിക്കും. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ കേസിലാകുമ്പം നമ്മുടെ ഗ്രാഫ് ഒരു ഡൗൺവേർഡ് മൂവിങ് ഗ്രാഫായിരിക്കും. സോ യു ഹാവ് ടു കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ മൈൻഡ്.